ദാമ്പത്യ ബന്ധത്തിന്റെ എല്ലാവിധത്തിലുള്ള സൗന്ദര്യവും എല്ലാവിധത്തിലുള്ള ആദർശവും എല്ലാവിധത്തിലുള്ള അതിൻ്റെ പ്രതിസന്ധികളും തിന്മയും നന്മയുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുരാണ കഥയാണ് ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥകൾ. എത്രയെത്ര മനോഹരമായ കഥകളുണ്ട്. ആ കഥകളെ ആസ്പദമാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയ ഒരു വള്ളത്തോൾ നാരായണമേനോന്റെ അതിസുന്ദരമായിരിക്കുന്നൊരു ഖണ്ഡകാവ്യമുണ്ട്. എല്ലാ ദമ്പതിമാരും ഈ കാവ്യം വീട്ടിലിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് വായിക്കണം. എന്തിനാ വായിക്കുന്നതെന്ന് അറിയാം. അത് വായിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചണ്ട തീർക്കാൻ ഏറ്റവും നല്ല ക്രൈസിസ് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷൻ കാവ്യമാണത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ട കൂടിയാൽ എങ്ങനെയാണത് പരിഹരിക്കുക എന്നതിൻ്റെ ക്രൈസിസ് മാനേജ്മെന്റ് ആണത്. ആ കാവ്യത്തിന്റെ പേര് ശിഷ്യനും മകനും എന്നാണ്. വള്ളത്തോള് എഴുതിയ ശിഷ്യനും മകനും എന്ന കാവ്യം വായിച്ചത്ര ആളുണ്ട്? ശിവഭക്തന്മാരൊന്ന് കൈപൊക്കിയാട്ടെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പാരായണം നടത്തുമ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ 11 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ദൈവത്തിന് ഇത് മുഴുവൻ കേട്ടത് കൊണ്ട് ശിവൻ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പാർസലായിട്ട് ഇങ്ങനെ കൊറിയറിൽ വീട്ടിലെത്തിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഇതൊക്കെ കേൾക്കുന്നത്? നിങ്ങളാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. ആ മാറ്റം പാരായണത്തിന്റെ ആ പാരംഗതയിലേക്ക് നിങ്ങൾ പോകാൻ കഴിയണം. പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പാരായണം നടത്തുന്നത് ഒന്നും തന്നെ ശിവന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയായിട്ടാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകം പാരായണം അനന്തതയിലേക്ക് യാത്ര ചെയ്യുവാനാണ്. മനസ്സ് യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു മനുഷ്യരെല്ലാം തന്നെ കൂപമണ്ടൂകങ്ങളാവും. എന്താ ഈ കൂപമണ്ടൂകം? കിണറ്റിലെ തവള. കിണറ്റിലെ തവളയ്ക്ക് പ്രപഞ്ചം എന്ന് പറയുന്നത് കിണറാണ്. ആ കിണറിന് പുറത്ത് ഒരു വലിയ ഭൂമിയുണ്ടെന്നും ആ ഭൂമിക്ക് മേലെ ഒരു വലിയ ആകാശമുണ്ടെന്നും ആകാശത്തിനപ്പുറത്ത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടെന്നും ഒന്നും കിണറ്റിലെ തവളക്കറിയില്ല. കിണറ്റിലെ തവള ആ കിണറാകുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശാല മനസ്കരല്ലാതെ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ പറയുന്നതാണ് കൂപമണ്ഡൂകങ്ങൾ. നമ്മുടെ ഈ കുളക്കടയാണ് നമ്മുടെ കുളം, അതിൻ്റെ അപ്പുറത്ത് ലോകം ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുളക്കടക്കാര് കുളത്തിലെ തവളയാകരുത്. വിശാലമായി ചിന്തിക്കണം. അതിനെന്ത് വേണം? വിശാലമായി ചിന്തിക്കുവണമെങ്കിൽ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം വളരണമെങ്കിൽ അയനം നടത്തണം. മനസ്സുകൊണ്ട് അയനം നടത്തണം. എവിടെയാണ് നമ്മുടെ അയനത്തിന്റെ ഫോക്കസ്? നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? അനന്തതയാണ്. ഏതെങ്കിലും ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഓടുന്നവരാണ് PT ഉഷ, അല്ലെ? അതിന്റെ അപ്പുറം പിന്നെ ഓടൂല. പക്ഷെ നമ്മുടെ യാത്രകൾ ഒരു നിശ്ചിത പോയിന്റിൽ അവസാനിപ്പിക്കുന്നതല്ല, അനന്തമായി ചിന്തകളുടെ സത്യത്തെ അന്വേഷിച്ച്